തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. ഇവിടുന്ന് നീ എങ്ങോട്ട് പോവാനാ? ഹയർ സ്റ്റഡീസിനൊന്നും പോകാൻ ഉദ്ദേശമില്ലെന്നാ നീ തന്നെയല്ലേ പറഞ്ഞത്? അതല്ല ശില്പ, ഏട്ടന് ട്രാൻസ്ഫറാ ഒരുപാട് ദൂരേക്ക്. നമ്മൾ തമ്മിൽ പിരിഞ്ഞേ പറ്റൂ. ശില്പ, എന്താ നിന്റെ ഭാവി പരിപാടി? ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ ഏതവസ്ഥയിലാകാനാ നീ ആഗ്രഹിക്കുന്നത്? അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നേ. എല്ലാത്തിനും വിധിയെന്നൊന്നില്ലേ? പിന്നെ വിധി ഇടി ബുദ്ധൂസേ, നമ്മുടെ ഫേറ്റ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാ. മര്യാദയ്ക്ക് നീ നിന്റെ അംബീഷൻ പറഞ്ഞേ. നിന്റെ ഒരു കാര്യം. എങ്കിൽ നീ നിന്റെ അംബീഷൻ പറ, എന്നിട്ട് ഞാൻ പറയാം. അത് വേണ്ട, നീ പറഞ്ഞിട്ട് ഞാൻ പറയാം. നിനക്കറിയാലോ, ഓർമ്മ വച്ച കാലം മുതൽ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യങ്ങളും ഇല്ലായ്മകളും മാത്രമേ ഉള്ളൂ. സ്റ്റഡീസൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു ജോലി വേണം. പറ്റുമെങ്കിൽ PSC ടെസ്റ്റ് എഴുതി സർക്കാർ സർവീസിൽ തന്നെ കയറണം. അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കണം. കീർത്തിയെ അവൾക്ക് ഇഷ്ടമുള്ള അത്രയും പഠിപ്പിക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. ഇനി നിന്റെ മോഹങ്ങൾ പറ. ഓക്കെ, കേട്ടോ, എനിക്ക് ഈ മിഡിൽ ക്ലാസ് ജീവിതം മടുത്തടാ. എനിക്ക് ഒരുപാട് കാശ് വേണം. ദാ ഈ കടലിലെ തിരകൾ പോലെ എണ്ണി തീരാനാവാത്തത്ര കാശ്. നാളെ ഒരിക്കൽ എനിക്ക് ഈ ലോകം തന്നെ വെട്ടിപ്പിടിക്കണം. എന്താ ധ്വനി, എന്താ കാണിക്കുന്നേ? നമ്മൾ വിചാരിച്ചാ അതൊന്നും നടക്കില്ല ധ്വനി. ജോലി കിട്ടുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്താനാവും വീട്ടുകാർക്ക് താല്പര്യം. ആയിക്കോട്ടെ, ഒരു കോടീശ്വരനെ കല്യാണം കഴിച്ചാ എന്റെ ഈ ലക്ഷ്യം ഈസി ആയിട്ട് നടക്കില്ലേ? എടി, നീ നോക്കിക്കോ, ഒരു മൾട്ടി മില്യണയറെ കണ്ടെത്തി ഞാൻ അവനെ വളച്ചെടുക്കും. എന്നിട്ട് സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് 1 വർഷത്തിനുള്ളിൽ ഞാൻ എന്റെ യാത്ര തുടങ്ങും. മണി ആൻഡ് പവർ. എടി, കാശും അധികാരവും ഇല്ലാത്ത ജീവിതമേ സോൾട്ടും പെപ്പറും ഇല്ലാത്ത ഓംലെറ്റ് പോലെ അടി. ഒക്കെ നിന്റെ തോന്നല. മിതമായ ആഗ്രഹങ്ങളും സ്വസ്ഥത നിറഞ്ഞ മനസ്സുവാ ജീവിതത്തിൽ വേണ്ടത്. കാശും പവറും ഉണ്ടെങ്കിൽ എന്തിനാ സ്വസ്ഥത? എനിക്ക് ആ സ്വസ്ഥത വേണ്ട. നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് വിധിച്ചതൊക്കെ നിനക്കും, എനിക്ക് വിധിച്ചതൊക്കെ എനിക്കും കിട്ടും. പിന്നെ അവളുടെ ഒരു വിധി. എടി, എന്റെ വിധി ഞാൻ തീരുമാനിക്കും. ഞാൻ 1 വർഷത്തിനുള്ളിൽ കാശുകാരിയാവും. ബെറ്റുണ്ടോ? എന്ത് ബെറ്റ്? കൃത്യം 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വെച്ച് കാണാം. അതിനുള്ള എന്റെ ലെവല് മാറിയിരിക്കും. ആയിക്കോട്ടെ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അതെനിക്കറിയാം. ബാക്കിയുള്ള ഫ്രണ്ട്സിനെ പോലെ നമുക്കിടയിലെ കുശുമ്പ് കുന്നായ്മയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ 1 വർഷം നമ്മൾ തമ്മിൽ കാണില്ല. ഫോൺ വിളിച്ചു പോലും വിശേഷങ്ങൾ പറയില്ല. സമ്മതാണോ? എന്തിനാടി ഫോൺ വിളിക്കാതിരിക്കുന്നേ? പരസ്പരം വിശേഷങ്ങൾ അറിഞ്ഞ എന്താ കുഴപ്പം? എടി, ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിൽ ഒരു ത്രില്ലില്ലേ? നീ നോർത്തോക്ക്. കൃത്യം 1 വർഷം കഴിഞ്ഞ് നമ്മൾ കാണുന്നു. നമുക്കുണ്ടായ മാറ്റങ്ങൾ പരസ്പരം പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നു. എന്നിട്ട് പിന്നെയും നമ്മളിങ്ങനെ ജീവിതാവസാനം വരെ ചങ്ക് ഫ്രണ്ട്സ് ആയിട്ട് തുടരുന്നു. എന്ത് രസമായിരിക്കുമല്ലേ? എനിക്കത്ര രസമൊന്നും തോന്നുന്നില്ല. പക്ഷേ നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ എനിക്ക് വേണ്ടി
നീ ഇത് സമ്മതിക്കും ഇല്ലടി മുത്തേ? ഓക്കെ, നിനക്കും സമ്മതം. ഇന്ന് പിരിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മൾ 1 വർഷം കഴിഞ്ഞേ കാണും. ഒറ്റ ദിവസം കൊണ്ട് ജീവിതം മാറിപ്പോയി. എത്ര സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് തിരിച്ചു പോകുമ്പോ മനസ്സിലൊരു ശൂന്യത. നീ കയറ്, നിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടാം. വേണ്ടടാ, നീ പോയിക്കോ, ഞാനിവിടെ നടന്നോളാം. അടുത്തൊരു വർഷം നിന്റെ സമയത്തിന് മോശം. പറ്റുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ദേവീക്ഷേത്രത്തിൽ പോയി ഒരു നാരങ്ങ വിളക്ക് കത്തിക്കണം. ഞാനെന്തായാലും നിന്റെ പേരിൽ മുടങ്ങാതെ നാരങ്ങ വിളക്ക് കത്തിക്കും. എന്നാലും പറ്റുമ്പോഴൊക്കെ നീയും അത് ചെയ്യണം. സൂക്ഷിച്ചു പോണം. ഇനി അങ്ങോട്ട് നിന്റെ പിന്നിൽ ഞാനില്ല, യാത്രയിലും ജീവിതത്തിലും.